സോഷ്യൽ മീഡിയ, അത് യൂട്യൂബ് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, ഫേസ്ബുക്ക് ആവട്ടെ, ഏത് ഓപ്പൺ ചെയ്താലും ഫ്രണ്ടിൽ കിടക്കുന്നത് നമ്മുടെ അഖിലേട്ടൻ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഇട്ട ഒരു ലൈവിന്റെ ഡീറ്റെയിൽസും ന്യൂസും കാര്യങ്ങളൊക്കെയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പൊ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിൽ പലരും അഖിലേട്ടന്റെ ആ ലൈവ് കണ്ടിട്ടുണ്ടാവാം. ഞാൻ കണ്ടതാ. കാരണം ബിഗ് ബോസിൽ പോയ സ്ത്രീകളിൽ ഒരു സ്ത്രീ ഞാനാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അതിന് റിയാക്ട് ചെയ്യാത്ത എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നായാലും ഫാമിലിയുടെ സൈഡിൽ നിന്നായാലും പേഴ്സണലി എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഒരു വർത്താനം അല്ലല്ല, നിങ്ങൾ എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഉള്ള കാര്യമാണ്, ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് പോലും ലൈക്ക് നിങ്ങളെ ആണോ അവർ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജോ ഒരു വോയിസ് നോട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതാ നിന്റെ വിഷമം അല്ല. പക്ഷെ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ 2 ഓഡിയോ കിട്ടി. ഞാനത് കേൾപ്പിച്ചു തരാം കേട്ടോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഓഡിയോയിലൊന്ന്. ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോ, ഒന്ന് കേട്ടോക്കൂ. നിങ്ങൾ അങ്ങേരുടെ 3 ഇന്റർവ്യൂകൾ എടുത്ത് കണ്ടിരുന്നു. ഏഷ്യാനെറ്റിന്റെ പ്രൊഡക്റ്റ് ഫൈനലി റോബോട്ടിക് വോട്ടിംഗ് എന്ന് പറഞ്ഞ സാധനം അതിന് മുന്നേ എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടു. ഫൈനലി വന്നിരിക്കുന്ന കണ്ടസ്റ്റന്റ് ആരൊക്കെയാണ്? 5 പേരേ ഉള്ളൂ. അതിൽ ലേഡി കണ്ടസ്റ്റന്റ് ആരാണ്? ഏഷ്യാന്റെ പ്രൊഡക്റ്റ് ആരാണ്? റനീഷ എന്ന് മനസ്സിലായി. റനീഷയുടെ കാര്യമാണ് ഇയാൾ പറയുന്നത് മനസ്സിലാക്കാനായിട്ട് സിമ്പിൾ കോമൺ സെൻസ് പോലെ. പക്ഷെ അത് മാലാർ ഭയങ്കര അലിഗേഷൻ ഒക്കെയാ പറഞ്ഞേക്കുന്നത്. എന്താന്ന് വെച്ചാൽ റിനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു, പക്ഷെ പിന്നെ ഫാൻ ബേസ് കുറഞ്ഞു വന്നത് പോൾസിൽ വളരെ എവിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റിനീഷയ്ക്ക് നല്ല രീതിയിൽ പോൾസിൽ വോട്ട് വരാൻ, പോൾസിൽ ടോപ്പ് 2 റിനീഷ ആരാര് കഴിഞ്ഞാൽ റിനീഷ എന്നുള്ള രീതിയിലൊക്കെ വന്നു. അതുകൊണ്ടാണ് ഇപ്പൊ മാരാർ പറഞ്ഞത്, ഇപ്പം റിനീഷ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റിനോട് മാരാർക്ക് വിരോധം കാണത്തില്ല, അതുകൊണ്ട് എനിക്ക് പേര് പോയിന്റ് ഔട്ട് ചെയ്യട്ടെ. അപ്പൊ പിന്നെ പേര് പറഞ്ഞാൽ ഇനി പ്രശ്നമായല്ലോ. പ്രശ്നം മീൻസ് ഞാനായിട്ടൊരു കണ്ടസ്റ്റന്റിനെ മോശമാക്കുന്ന രീതിയിൽ പറഞ്ഞാലോ വെച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. ഇതിപ്പോ ഈ 2 ഓഡിയോയില് ആദ്യത്തേല് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടൻ പറഞ്ഞു. അഖിലേട്ടൻ അങ്ങനെ ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അപ്പൊ തന്നെ അഖിലേട്ടനെ വിളിച്ചു, കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു, ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് പേര് പറഞ്ഞില്ല? പേര് പറഞ്ഞടാ. പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ഗസ് ചെയ്യുന്നത്, അവരെ ആയിരിക്കും ഇവരെ ആയിരിക്കും. ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു. അതൊക്കെ ഒരു സസ്പെൻസായി നിൽക്കട്ടെ, എന്നാലല്ലേ കാണുമ്പോ ഒരു ഗുമ്മുണ്ടാവുള്ളൂ. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.